വെളിപാട് 9-ാം അധ്യായം. അഞ്ചാമത്തെ ദൂതൻ കാഹളം മുഴക്കി. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീഴുന്ന ഒരു നക്ഷത്രം ഞാൻ കണ്ടു. പാതാളഗർത്തത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. അത് പാതാളഗർത്തം തുറന്നു. ഗർത്തത്തിൽ നിന്ന് വലിയ തീച്ചൂളയിൽ നിന്നെന്ന പോലെ പുക ഉയർന്നു. ഗർത്തത്തിൽ നിന്നുള്ള പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. ആ പുകയിൽ നിന്ന് വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു. ഭൂമിയിലെ തേളുകളുടേതുപോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെയല്ലാതെ ഭൂമിയിലെ പുല്ലിനെയോ പച്ചച്ചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവയോട് നിർദ്ദേശിക്കപ്പെട്ടു. അവരെ കൊല്ലാനല്ല, 5 മാസം പീഡിപ്പിച്ചു ഞെരുക്കാനാണ് അവയ്ക്ക് അനുവാദം നൽകപ്പെട്ടത്. അവരുടെ പീഡനമാകട്ടെ തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള പീഡനം പോലെയാണ്. ആ നാളുകളിൽ മനുഷ്യർ മരണത്തെ തേടും, പക്ഷേ കണ്ടെത്തുകയില്ല. അവർ മരിക്കാൻ ആഗ്രഹിക്കും, എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയകലും. വെട്ടുക്കിളികൾ പടക്കോപ്പണിഞ്ഞ കുതിരകൾക്ക് സദൃശമായിരുന്നു. അവയുടെ തലയിൽ സ്വർണ്ണകിരീടം പോലെ എന്തോ ഒന്ന്. അവയുടെ മുഖം മനുഷ്യമുഖം പോലെയും. അവയ്ക്ക് സ്ത്രീകളുടേതുപോലുള്ള തലമുടി ഉണ്ടായിരുന്നു. അവയുടെ പല്ലുകൾ സിംഹങ്ങളുടേതുപോലെയായിരുന്നു. അവയ്ക്ക് ഇരുമ്പു കവചങ്ങൾ പോലുള്ള ശൽക്കങ്ങൾ ഉണ്ടായിരുന്നു. അവയുടെ ചിറകുകളുടെ ശബ്ദം പോർക്കളത്തിലേക്ക് പായുന്ന അനേകം അശ്വരഥങ്ങളുടെ ശബ്ദം പോലെയും. അവയ്ക്ക് തേളുകളുടേതുപോലെ വാലും വിഷമുള്ളും ഉണ്ടായിരുന്നു. ഈ വാലുകളിൽ 5 മാസത്തേക്ക് മനുഷ്യരെ പീഡിപ്പിക്കാൻ പോന്ന ശക്തിയും. പാതാളത്തിൻ്റെ ദൂതനാണ് അവയുടെ രാജാവ്. അവൻ്റെ പേര് ഹെബ്രായ ഭാഷയിൽ അബദോൻ, ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൻ. 1-ാമത്തെ ദുരിതം കടന്നുപോയി. ഇതാ, ഇവയ്ക്ക് ശേഷം 2 ദുരിതങ്ങൾ കൂടി വരുന്നു. 6-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ദൈവസന്നിധിയിലുള്ള സുവർണ ബലിപീഠത്തിൻ്റെ 4 കൊമ്പുകളിലും നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. അത് കാഹളം വഹിക്കുന്ന 6-ാമത്തെ ദൂതനോട് പറഞ്ഞു, യൂഫ്രട്ടീസ് വൻനദിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. മനുഷ്യരിൽ 1/3 ഭാഗത്തെ കൊന്നൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്ന ആ 4 ദൂതന്മാരും വിമോചിതരായി. ഞാൻ കുതിരപ്പടയുടെ എണ്ണം കേട്ടു, 10,000ങ്ങളുടെ 20,000 മടങ്ങ്. ഞാൻ ദർശനത്തിൽ കുതിരകളെയും അവയുടെ പുറത്തിരുന്നവരെയും ഇങ്ങനെ കണ്ടു. അവർക്ക് തീയുടെയും ഇന്ദ്രനീലക്കല്ലിൻ്റെയും ഗന്ധകത്തിൻ്റെയും നിറമുള്ള കവചങ്ങൾ. കുതിരകളുടെ തലകൾ സിംഹങ്ങളുടെ തലകൾ പോലെ. അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടിരുന്നു. അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 ഭാഗം കൊല്ലപ്പെട്ടു. എന്തെന്നാൽ ആ കുതിരകളുടെ ശക്തി വായിലും വാലിലുമാണ്. അവയുടെ വാലുകൾ സർപ്പങ്ങളെപ്പോലെ തലയുള്ളവയാണ്. തലകൾ കൊണ്ട് അവ ഉപദ്രവിക്കുന്നു. ഈ മഹാമാരികൾ മൂലം മനുഷ്യരിൽ കൊല്ലപ്പെടാതെ അവശേഷിച്ചവർ പിശാചുക്കളെയും സ്വർണം, വെള്ളി, പിത്തള, കല്ല്, തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കാതിരിക്കാൻ തങ്ങളുടെ കരവേലകളിൽ നിന്ന് മനസ്സു തിരിഞ്ഞില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയിൽ നിന്നും അവർ മനസ്സു തിരിഞ്ഞില്ല. വെളിപാട് 10-ാം അധ്യായം. ശക്തനായ വേറൊരു ദൂതൻ മെഘാവൃതനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ്റെ ശിരസിനു മീതെ മഴവില്ല്, അവൻ്റെ മുഖം സൂര്യനെപ്പോലെ, അവൻ്റെ പാദങ്ങൾ അഗ്നിസ്തംഭങ്ങൾ പോലെയും. അവൻ്റെ കയ്യിൽ
നിവർത്തിയ ചെറിയൊരു ചുരുൾ ഉണ്ടായിരുന്നു. അവൻ വലംകാൽ കടലിലും ഇടംകാൽ കരയിലും ഉറപ്പിച്ചു. സിംഹം ഗർജിക്കുന്ന പോലെ വലിയ സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ 7 ഇടിനാദങ്ങൾ മുഴങ്ങി. ആ 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം പറയുന്നത് കേട്ടു, ആ 7 ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമാക്കുക, അത് എഴുതരുത്. കടലിനും കരയിലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലം കൈ സ്വർഗത്തിലേക്കുയർത്തി. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച എന്നും എന്നേക്കും ജീവിക്കുന്നവനെ കൊണ്ട് ആണയിട്ടു, ഇനി കാലവിളംബം ഉണ്ടാകില്ല. 7-ാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം പൂർത്തിയാക്കപ്പെടും. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് നിവർത്തിയ ആ ചെറിയ ചുരുൾ വാങ്ങുക. ഞാൻ ദൂതൻ്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ എനിക്ക് തരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. നിന്റെ ഉദരത്തിൽ ഇതു കയ്പായിരിക്കും, എന്നാൽ നിന്റെ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുളെടുത്ത് വിഴുങ്ങി. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. എന്നാൽ ഭക്ഷിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ അത് കയ്പായി മാറി. അവൻ എന്നോട് പറഞ്ഞു, നീ ഇനിയും അനേകം ജനങ്ങളെയും ജനതകളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം.